ഒറ്റപ്പാലം കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകർ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ വെട്ടി തീർത്തു കളയുമെന്ന് ബി.ജെ.പി. പ്രവർത്തകന്റെ ഭീഷണി. കേന്ദ്രത്തിലെ ഭരണമില്ലാതിരുന്ന സമയത്തും വെട്ടിയിട്ടുണ്ടെന്നും ബി.ജെ.പിക്കാർ ഭീഷണിപ്പെടുത്തി. 3 മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. കാഴ്ചയിലേക്ക്. ചെർപ്പുളശ്ശേരി നെല്ലായിലെ ആക്രമണക്കേസിൽ അറസ്റ്റിലായ 6 ബി.ജെ.പി. RSS പ്രവർത്തകരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് സംഭവം. നെല്ലായ സ്വദേശികളായ ജ്യോതിഷ്, രോഹിത്, മണികണ്ഠൻ, രാജേഷ്, ദീപേഷ്, പ്രകാശൻ എന്നിവരെ ചെർപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന ടാക്സി വാഹനത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണവും വധഭീഷണിയും മുഴക്കിയത്. നാല് പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരായ ശ്യാംകുമാർ, ശ്രീജിത്ത്, അനൂപ് എന്നിവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ടി ഉണ്ണി MLAയും CPIM നേതാക്കളും സന്ദർശിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആക്രമണം പ്രതിഷേധാർഹമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. മറ്റ് നേതാക്കളും പ്രതികരണവുമായി രംഗത്തെത്തി. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ RSS അക്രമം അപലപനീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. RSS ആക്രമണം അത്യന്തം പ്രതിഷേധാർഹമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ RSS ആക്രമണത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളും അപലപിച്ചു. ഞങ്ങൾ ഈ ആയുധമായി കൊണ്ട് തന്നെ നേരിടും, ശരിപ്പെടുത്തി കളയും എന്നൊക്കെ ഒരു കൊലവിളി നടത്തിക്കൊണ്ടാണ് ഇവർ നിന്നത്. ഒരു ക്രിമിനൽ സംഘം ഇതിന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നത്. മാധ്യമങ്ങള് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണാടിയാണ്. ആ കണ്ണാടി എറിഞ്ഞുടക്കാൻ RSSഉം സംഘപരിവാർ ശക്തികൾ ഇത്തരത്തിൽ നടത്തുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡൽഹിയിലും പല ദേശീയ തലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെതിരായി പോലും ആക്രമണങ്ങൾ നടത്തുന്ന അവസരത്തിൽ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്, കണ്ടു രസിക്കുകയാണ് പോലീസ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു സമീപനമല്ല. അതിനെതിരായി ഗവൺമെന്റ് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഉമ്മൻചാണ്ടിയും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. കലാഭവൻ മണിയുടെ മരണം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകൾ തള്ളി മെഡിക്കൽ ബോർഡ്. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് പോലീസും മെഡിക്കൽ ബോർഡും അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലെത്തിയത്. മരണകാരണമാകുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയതായാണ് പരിശോധനാ ഫലം. അതേസമയം മണിയുടെ സഹായികളുടെ അറിവോടെയാകാം വിഷമദ്യം ശരീരത്തിൽ എത്തിയതെന്ന് സഹോദരൻ രാമകൃഷ്ണൻ ആരോപിക്കുന്നു. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മരണകാരണമായേക്കാവുന്ന അളവിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് കേന്ദ്ര ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്നാണ് പരിശോധനാ ഫലം. 45 മില്ലിഗ്രാം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്ന കണ്ടെത്തൽ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പരിശോധനാ ഫലം സംബന്ധിച്ച് നടന്ന പോലീസ് മെഡിക്കൽ ബോർഡ് സംയുക്ത യോഗത്തിലാണ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. മണിയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിരുന്നു. മരണം സംഭവിച്ചതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ ചെറിയ അളവിൽ മാത്രമാണ് മെഥനോൾ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് ബിയർ കഴിച്ചത് മൂലം ശരീരത്തിൽ എത്തിയതാകാം എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. വിഷമദ്യം ഉൾപ്പെടെ മണിയുടെ ഔട്ട് ഹൗസായ പാടിയിൽ എത്തിയതായി കണ്ടെത്തിയെങ്കിലും മണി ചാരായം ഉപയോഗിച്ചിരുന്നില്ല എന്നായിരുന്നു പോലീസ് ഭാഷ്യം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരാനുള്ള സാധ്യതകളെപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. തീർച്ചയായിട്ടും അവിടെ അരുൺ, വിപിൻ, വിനയൻ എന്ന് പറയുന്ന ആളുകളോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ കാര്യങ്ങൾ മാനേജർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രാവിലെ 5 മണിക്ക് വിപിൻ കൊടുത്തിട്ടുള്ള ഈ പാനീയം എന്ന് പറഞ്ഞ പെപ്സിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏതോ മദ്യം കലക്കി കൊടുത്തിരിക്കണം എന്നുള്ളൊരു ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മാനവും അഭിമാനവും ഒക്കെ ഈ 3 മാസക്കാലം അത്രയും ഉണ്ടായില്ലേ? ഈ പ്രതികളെല്ലാവരും തന്നെ ചാനലിൽ കയറി വളരെ സജീവമായിരുന്നല്ലോ. ഇപ്പോൾ കേസ് CBIക്ക് വിട്ടു എന്ന് പറയുമ്പോൾ ഇത് എന്താ ഇപ്പോഴാണോ ആ അപമാനമൊക്കെ ഉണ്ടായത്? അഭിമാനത്തിനും അല്ലെങ്കിൽ അപമാനത്തിനൊക്കെ കേസ് കൊടുക്കാൻ പോണത് സാബുവിന് ഇപ്പോഴാണ് ഉണ്ടായത്. സാബു അടക്കം വരെ കയറിയെന്ന് പറഞ്ഞല്ലോ കാര്യങ്ങൾ. മരണം നടന്ന 3 മാസം പിന്നിടുമ്പോഴും മണിയുടെ മരണകാരണത്തിൽ വ്യക്തതയിലെത്താൻ പോലീസിനായിരുന്നില്ല. മരണകാരണമായേക്കാവുന്ന തരത്തിൽ മെഥനോൾ ഉള്ളിച്ചെന്നതായുള്ള കണ്ടെത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 67 ലക്ഷം രൂപയുടെ വിദേശ കറൻസി പിടികൂടി. സംഭവത്തിൽ തൃശൂർ സ്വദേശി അറസ്റ്റിലായി. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്.
നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി 67,5380 രൂപ മൂല്യമുള്ള വിദേശ കറൻസിയാണ് കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ തൃശൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 4 മണിക്ക് ദുബായിലേക്ക് പോകേണ്ട എമിറേറ്റ്സ് വിമാനത്തിൽ പണം കടത്താനായിരുന്നു ഇയാളുടെ ശ്രമം. എന്നാൽ എയർ ഇന്റലിജൻസ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ വിശദമായ പരിശോധനയിൽ പ്രതി പിടിക്കപ്പെടുകയായിരുന്നു. വിദേശത്തേക്ക് പോകുന്നവരുടെ ബാഗുകളുടെ പരിശോധനയിലാണ് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പണം കണ്ടെടുത്തത്. എവിടുന്നാണ് ഇത്രയും തുക ഇയാൾക്ക് ലഭിച്ചത് എന്നും ഇയാൾക്ക് ആരൊക്കെയുമായാണ് ബന്ധമുള്ളത് എന്നും കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം അന്വേഷിച്ചു വരികയാണ്. കസ്റ്റംസ് ആക്ടും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റെഗുലേഷൻസ് ആക്ടും അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ ജയന്ത് പി നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മറയൂർ ചന്ദനക്കാടുകളിൽ വീണ്ടും ചന്ദനക്കൊള്ള. വനംവകുപ്പിന്റെ സംരക്ഷണവും ശക്തമായ കാവലുമുള്ള മേഖലയിൽ നിന്നാണ് 10 ലക്ഷം രൂപയുടെ ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തിയത്. കാഴ്ചയിലേക്ക്. മറയൂർ കാന്തല്ലൂർ റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരയൂർ ചന്ദന റിസർവിൽ നിന്നാണ് ചന്ദന സംരക്ഷണ വേലികൾ മുറിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ മരങ്ങൾ മുറിച്ചു കടത്തിയത്. കാരായൂർ റിസർവിലെ ചുരക്കുളം കരിമ്പാര ഭാഗത്തുള്ള വനംവകുപ്പിന്റെ കാവൽപ്പുരകൾക്കിടയിൽ നിന്നാണ് ചന്ദനമരങ്ങൾ മോഷണം പോയത്. നിരവധി വാച്ചർമാരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും വാഹന പെട്രോളിംഗ് സംവിധാനവുമുള്ള പ്രദേശമാണ് കാരായൂർ റിസർവ്. ഈ ഭാഗത്തു നിന്ന് കഴിഞ്ഞ വർഷവും നിരന്തരം ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ വെട്ടിക്കടത്തിയിരുന്നു. 12 അടി ഉയരമുള്ള ചന്ദന സംരക്ഷണ വേലിയുടെ ചുരക്കുളം ഭാഗത്തുള്ള ഗേറ്റിന്റെ അരികിലുള്ള കമ്പിവേലി മുറിച്ചാണ് മോഷണം. മോഷണം നടന്ന ഭാഗം വനംവകുപ്പിന്റെ ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തുമ്പുകൾ ലഭ്യമായില്ല. മോഷണത്തെ തുടർന്ന് വനപാലകർ അന്വേഷണം വ്യാപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജിഷ വധക്കേസിൽ ബംഗ്ലാദേശ് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പ്രത്യേക സംഘം മുർഷിദാബാദിൽ തുടരുകയാണ്. പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും തുടരുകയാണ്. ജിഷ കൊല്ലപ്പെട്ട ദിവസം പെരുമ്പാവൂരിലുണ്ടാവുകയും പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്ത ബംഗ്ലാദേശ് സ്വദേശിയെ തേടിയാണ് അന്വേഷണ സംഘം മുർഷിദാബാദിൽ തുടരുന്നത്. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്കൊപ്പം താമസിച്ചിരുന്നതിനാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മുർഷിദാബാദിൽ നിന്ന് അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസവും തലേന്നുമായി ജിഷയുടെ നമ്പറിലേക്ക് 9 മിസ്ഡ് കോളുകൾ ഇയാളുടെ നമ്പറിൽ നിന്ന് വന്നതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വ്യക്തിക്ക് ജിഷയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. അതോടൊപ്പം പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന നടന്നു വരുന്നുണ്ട്. ജിഷയുമായുള്ള ബലപ്രയോഗത്തിനിടെ കൊലയാളിക്ക് മുറിവേറ്റതായി അന്വേഷണ സംഘത്തിന് വ്യക്തത ലഭിച്ചിരുന്നു. അതിനാൽ പരുക്കോ മുറിവുകളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ദേഹപരിശോധന തുടരുന്നത്. ജിഷയുടെ അമ്മ രാജേശ്വരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഇവർ മാനസികാസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനിടെ ജിഷയുടെ പിതാവ് പാപ്പുവിനെ താൻ രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ് എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പൊതുപ്രവർത്തകൻ ജോമൻ പുത്തമ്പരക്കിൽ വ്യക്തമാക്കി. ജിഷ വധക്കേസിൽ കോൺഗ്രസ് നേതാവ് പി തങ്കച്ചനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും തങ്കച്ചൻ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡൽഹിയിൽ മദ്യലഹരിയിൽ അമിത വേഗതയിൽ 21കാരൻ ഓടിച്ച കാർ ഇടിച്ച് 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാർ ഓടിച്ച റിഫഷ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യസൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം അമിത വേഗതയിൽ വാഹനം ഓടിച്ചതാണ് അപകടമുണ്ടാക്കിയത്. അമിതമായി മദ്യപിച്ച ശേഷം വാഹനമോടിച്ച BBA വിദ്യാർത്ഥിയുടെ കാറിടിച്ചാണ് 2 പേർ മരിച്ചത്. മദ്യസൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം വിദ്യാർത്ഥിയായ റിഷദ് പിതാവിന്റെ ഹോണ്ട സിറ്റി കാർ 100 കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. 1.5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ 2 പേരെ ഇടിച്ചു കൊലപ്പെടുത്തുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പടിഞ്ഞാറൻ ഡൽഹി ജനക്പൂരിലാണ് സംഭവം. പുലർച്ചെ നടക്കാനിറങ്ങിയ സർക്കാർ ജീവനക്കാരനായ കാമേശ്വർ പ്രസാദിനെയാണ് കാർ ആദ്യം ഇടിച്ചു വീഴ്ത്തിയത്. വാഹനത്തിൽ കുടുങ്ങിയ പ്രസാദിനെ മീറ്ററുകളോളം വലിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് നിർത്താതെ പോയ റിഷദ് കാർ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന 40കാരനായ സന്തോഷിനെയും ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് ട്രാഫിക് തെറ്റിച്ച് വാഹനം ഓടിച്ചുപോയി 67കാരനായ അശ്വിനി ആനന്ദിനെയും ഇടിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസിന്റെ പെട്രോളിംഗ് സംഘം പിന്തുടർന്നാണ് പ്രതിയെയും വാഹനത്തെയും കസ്റ്റഡിയിലെടുത്തത്. പ്രതി എഴുന്നേറ്റ് നിൽക്കാനാവാത്ത അവസ്ഥയിലായിരുന്നുവെന്നും വാഹനത്തിൽ നിന്ന് മദ്യം കണ്ടെടുത്തതായും മുതിർന്ന പോലീസ് ഓഫീസർ പുഷ്പേന്ദ്രകുമാർ വ്യക്തമാക്കി. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രമുഖ ബിസിനസ്സുകാരന്റെ മകനായ ഋഷഭ് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ന്യൂസ് ഡെസ്ക്. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സിറിയയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കൻ സിറിയൻ സഖ്യസേന നടത്തിയ വ്യോമാക്രമണത്തിൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി ഇറാഖ് വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കാര്യത്തിൽ സൈന്യത്തിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല. വടക്കൻ സിറിയയിലെ റാക്കയിലുണ്ടായ ആക്രമണത്തിലാണ് ബാഗ്ദാദി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ മാധ്യമങ്ങളും തുർക്കി വിമതരുടെ മാധ്യമമായ യനീസ് സഫാക്ക്, IS ബന്ധമുള്ള വാർത്താ ഏജൻസി അൽ അമാദ് എന്നിവ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി വാർത്ത നൽകിയിട്ടുണ്ട്.
ബാഗ്ദാദി ഞായറാഴ്ച നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് അൽ അമാദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ബാഗ്ദാദിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി തിങ്കളാഴ്ച ഇറാഖി വാർത്താ ചാനലായ അൽ സുമരിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ലഭിച്ചതായി അമേരിക്കൻ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചതായി അമേരിക്കൻ ചാനൽ CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. നാദാപുരം തൂണേരി വെള്ളൂരിലെ ഷിബിൻ വധക്കേസിൽ കോടതി നാളെ വിധി പറയും. 2015 ജനുവരി 22-നായിരുന്നു നാദാപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. നാദാപുരത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തിയായത്. കേസിൽ ആകെ 66 സാക്ഷികളെ വിസ്തരിച്ചു. 151 രേഖകളും 55 തൊണ്ടിമുതലുകളും കോടതി പരിശോധിച്ചു. നാദാപുരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരായ തെയ്യമ്പാടി ഇസ്മയിലും സഹോദരൻ മുനീറും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയവും വർഗീയവുമായ കാരണങ്ങളാൽ ഷിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഷിബിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 6 പേർക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 1 മുതൽ 11 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നും 12 മുതൽ 17 വരെയുള്ള പ്രതികൾ മറ്റുള്ളവരെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കൊലപാതകം, വധശ്രമം, മാരകായുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ, കലാപം ഉണ്ടാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2016 ഏപ്രിൽ 16-നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാസർഗോഡ് ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൗലബിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് CBI പുനരന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം 45 ദിവസം പിന്നിട്ടു. കാസർകോട്ടെ പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണയുള്ള പ്രക്ഷോഭം CBI പുനരന്വേഷണം ആരംഭിക്കും വരെ തുടരാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഇസ്ലാമിക പണ്ഡിതനും എഴുത്തുകാരനും വാഗ്മിയുമായ കാസർഗോഡ് ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൗലവി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് 2010 ഫെബ്രുവരി 15-നാണ്. ചെമ്പരിക്ക കടപ്പുറത്ത് കല്ലിൻകൂട്ടത്തിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അബ്ദുള്ള മൗലവി കടലിൽ ചാടി ജീവനൊടുക്കി എന്ന നിലയിലാണ് ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത CBIയുടെയും നിഗമനം. ഇതിനെതിരെ ഖാസിയുടെ മകൻ ഷാഫി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് പുനരന്വേഷണത്തിന് അനുകൂലമായ വിധിയുണ്ടായി. എന്നാൽ വിധി വന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പുനരന്വേഷണത്തിന് CBI തയ്യാറാകാത്തതിനാലാണ് പ്രക്ഷോഭം തുടങ്ങിയതെന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സുരേന്ദ്രനാഥ് പറഞ്ഞു. ഖാസി ഉസ്താദിന്റെ കൊലപാതകികളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയും കൊല ചെയ്തവരെ മാത്രമല്ല അതിന് പിറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പം അതിന് കാരണക്കാരായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യമാണ്. കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യഗ്രഹ സമരത്തിൽ വിവിധ മഹല്ലുകളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ബഹുജന പങ്കാളിത്തം പ്രക്ഷോഭത്തിന് ലഭിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതിയ ഉത്തരവിറക്കി NGO അസോസിയേഷൻ നേതാവിന് UDF സർക്കാരിന്റെ കാലത്ത് അനർഹമായ സ്ഥാനക്കയറ്റം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഗസറ്റഡ് പദവി നൽകാനാണ് ഖജനാവിന് നഷ്ടം വരുത്തി ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. 2015 ഡിസംബറിലാണ് NGO അസോസിയേഷൻ നേതാവിനെ ഗസറ്റഡ് റാങ്കിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുതിയ ഉത്തരവിറക്കിയത്. കരസേനയിലെ സേവനവും സെക്യൂരിറ്റി അസിസ്റ്റന്റായി 5 വർഷം പ്രവൃത്തി പരിചയവുമുള്ള വ്യക്തിക്കാണ് സെക്യൂരിറ്റി ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകുക. എന്നാൽ അസോസിയേഷൻ നേതാവിന്റെ സ്ഥാനക്കയറ്റത്തിനായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമില്ലെന്നും SSLCയും കരസേനയിലെ സേവനവും മാത്രം മതിയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. അനർഹമായ സ്ഥാനക്കയറ്റത്തിന് ആരോഗ്യവകുപ്പ് കൂട്ടുനിന്നതോടെ ഖജനാവിന് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിലെ 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. റിസോർട്ടുകൾ ലൈസൻസ് പുതുക്കാത്തതിനാലാണ് പഞ്ചായത്തിന്റെ നീക്കം. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ട്. ലൈസൻസ് ഇല്ലാത്തതും ചട്ടവിരുദ്ധമായി പ്രവർത്തനം നടത്തിയതിനുമാണ് 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. സമീപത്തെ സ്കൂൾ മുറ്റത്തേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട റിസോർട്ടിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നടപടിയുമായിട്ട് കമ്മിറ്റിയിൽ ആലോചിച്ച് നോട്ടീസ് കൊടുത്തിട്ട് നിർത്താനുള്ള നടപടിയിലേക്ക് പോകുന്നു. നോട്ടീസ് കൊടുത്തത് ഇപ്പൊ നമുക്ക് അവർ ഇങ്ങനെ ഈ 5 റിസോർട്ട് അവിടെ തന്നെ സ്കൂളിനകത്തുള്ളതായി നമുക്ക് ബോധ്യപ്പെടും. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ റിഡ്ജ്, ബെൽമൗണ്ട്, ഹൈറേഞ്ച് ഇൻ, നിഷ തുടങ്ങിയ റിസോർട്ടുകളാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വന്നത്. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചത് ടീ ഗാർഡൻ ഇൻ റിസോർട്ടാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി മുൻപോട്ട് പോകാനാണ് പഞ്ചായത്ത് വകുപ്പിന്റെ തീരുമാനം. അതേസമയം പഞ്ചായത്തിന്റെ നടപടിയോട് സഹകരിക്കാൻ റിസോർട്ടുകാർ തയ്യാറായിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൂന്നാറിലെ എല്ലാ റിസോർട്ടുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചാൽ മാത്രമേ തങ്ങളും സഹകരിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കോടികൾ മുടക്കി നിർമ്മിച്ച കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നു. OP വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടവും സ്റ്റെറിലൈസേഷൻ വിഭാഗം കെട്ടിടവുമാണ് ചോർന്നൊലിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. 540 കോടി രൂപ ചെലവിൽ തൊഴിലാളികളുടെ പണം ഉപയോഗിച്ച് പാരപ്പള്ളിയിൽ ESI കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ചോർന്നൊലിക്കുന്നത്. ഭിത്തിയിലൂടെയും പടിക്കെട്ടുകളിലൂടെയുമാണ് മഴക്കാലത്ത് ചോരുന്നത്. പടിക്കെട്ടുകളിൽ വെള്ളത്തിൽ ചവിട്ടി കാൽവഴുതി വീഴാതിരിക്കാൻ ബേസ് ബോർഡ് നിരത്തിയ നിലയിലാണ്. മാർബിൾ പതിപ്പിച്ച ഭിത്തിയിലും നനവ് കാണാം. മെഡിക്കൽ കോളേജിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ലാബ്, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, സ്റ്റെറിലേഷൻ വിഭാഗത്തിലും OPയിലും വരെ ചോർച്ചയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് കെട്ടിടത്തിനുള്ളിൽ പാലരുവിക്ക് സമാനമാണ് ചോർച്ചയെന്ന് ചില ജീവനക്കാർ പറയുന്നു. ലിഫ്റ്റിനുള്ളിൽ വരെ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് ലിഫ്റ്റിന്റെ പ്രവർത്തനവും താറുമാറായി. നിർമ്മാണ മേൽനോട്ടത്തിന് എഞ്ചിനീയർമാരും ക്വാളിറ്റി കൺട്രോളർ വരെ ഉണ്ടായിട്ടാണ് കെട്ടിടത്തിന്റെ ഈ ശോചനീയ അവസ്ഥ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നിർമ്മാണത്തെ സംബന്ധിച്ച് നിർമ്മാണത്തിന്റെ അപാകതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോരായ്മ. 540 കോടി രൂപയാണ് ESI കോർപ്പറേഷൻ തന്നെ വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. എല്ലാ കെട്ടിടങ്ങളും ഇന്നിപ്പോൾ ചോർന്നിരിക്കുകയാണ്. രോഗികൾക്കോ ഓഫീസോ മറ്റോ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ കെട്ടിടം താറുമാറായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പങ്കിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷണം നടത്തേണ്ടതാണ് എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. അതേസമയം ചോർച്ചയെക്കുറിച്ച് ESI മൗനം പാലിക്കുകയാണ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾ പണയം വെച്ച് പണം തട്ടുന്ന 2 പേരെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു. കടക്കാട് സ്വദേശികളായ അഖിൽ, സജു എന്നിവരാണ് പിടിയിലായത്. വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾ പണയം വെച്ച് പണം തട്ടിയ 2 പേരെയാണ് പന്തളത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. പന്തളം കടക്കാട് സ്വദേശികളായ അഖിൽ മോഹൻ, സജു എന്നിവരെയാണ് പോലീസ് പിടികൂടിയതും. വലിയ ഒരു റാക്കറ്റിലെ അംഗങ്ങളാണിവർ എന്നാണ് പോലീസ് പറയുന്നത്. സംഘത്തിലെ പ്രധാനി കായംകുളം സ്വദേശി നൌഷാദിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഉടമകളിൽ നിന്നും വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾ നൌഷാദിന് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഇവർ 2 പേരും ചെയ്തിരുന്നത്. പന്തളം കണിയാങ്കുഴി സ്വദേശി ബിനു നൽകിയ പരാതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വാഹനം വാടകയ്ക്കെടുത്ത ഇവർ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും തിരികെ എത്തിക്കാത്തതിനാൽ ബിനു അടൂർ DYSPക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പന്തളം CI സുരേഷ് കുമാർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. റെന്റിന് പറഞ്ഞ് മേടിച്ച് പലർക്കായി കൊടുത്ത് അത് ബിസിനസ്സായിട്ട് നടത്തിയിരുന്ന ഒരു വലിയ റാക്കറ്റ് ഉണ്ടല്ലോ. അതിലിപ്പോൾ ഒരു 2 പേരെ പോലീസ് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അഖിലും ഒരു സജുവും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 5 വാഹനങ്ങൾ ഇതിനോടകം ഇവർ പണയം വെച്ചിട്ടുണ്ടെന്നും ഇവർ പോലീസിൽ സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കഞ്ചാവിന്റെയും വ്യാജമദ്യത്തിന്റെയും വിൽപ്പന തടയാൻ കർശന നടപടികളുമായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. കഞ്ചാവ് കൈവശം വയ്ക്കുന്നവരെ പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കേന്ദ്ര നിയമത്തിൽ മാറ്റം അനിവാര്യമാണെന്നും കമ്മീഷണർ പറയുന്നു. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഞ്ചാവിന്റെ വിൽപ്പനയും ഉപഭോഗവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എക്സൈസ് ഇന്റലിജൻസിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. സ്കൂളുകളിലും കോളേജുകളിലും പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. നിലവിൽ 1 കിലോയിൽ താഴെ കഞ്ചാവുമായി പിടികൂടിയാൽ ഉടൻ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ നിയമം മാറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ഇതിനുള്ള പരിശ്രമങ്ങൾ നടത്തും. ഒന്നാമത്തെ കേസുകളുടെ എണ്ണം കൂട്ടണം. കേസുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞങ്ങളുടെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിൽ ആകെ അവർ പിടിച്ചത് 1800 കേസാണ്. 1800 കേസിൻ്റെ അർത്ഥം ഒരു ദിവസത്തിൽ 4 കേസ് മാത്രം മൊത്തം സംസ്ഥാനത്തിൽ. അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത കൗണ്ടറുകളുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. കള്ളുഷാപ്പുകളിൽ വ്യാജക്കള്ള് വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചതായും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. പരാതികൾ 9447178000 എന്ന നമ്പറിൽ ആർക്കും വിളിച്ചറിയിക്കാമെന്നും എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൃക്കദാനം ചെയ്തയാളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് ലേഖാ നമ്പൂതിരി. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ലേഖാ നമ്പൂതിരി പറഞ്ഞു. വിവാദങ്ങൾ ഉയരുന്നതിനെതിരെ ലേഖാ നമ്പൂതിരി പറയുന്ന വാക്കുകളുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഏറെ നാളലട്ടിയിരുന്ന വേദനമറിയതിന്റെ സന്തോഷത്തിൽ നിറഞ്ഞ ചിരിയോടെയാണ് ലേഖാ നമ്പൂതിരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വൃക്കദാനം ചെയ്ത് ശ്രദ്ധയായ ലേഖാ നമ്പൂതിരിയുടെ നട്ടലിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. പണം കൈപ്പറ്റിയാണ് വൃക്കദാനം ചെയ്തതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. വൃക്ക സ്വീകരിച്ച ഷാഫി ഏറെ മാറിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ താല്പര്യമില്ലെന്നും ലേഖാ നമ്പൂതിരി പറഞ്ഞു. ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഞാൻ ഒന്നും ആഗ്രഹിച്ചല്ലായിരുന്നു അന്ന് കൊടുത്തത്. വിവാദങ്ങൾ ഞാൻ ഭയപ്പെടുന്നുമില്ല. അത് വരുന്നിടത്ത് വരട്ടെ. 4 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഇപ്പോഴുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം നൽകിയെന്ന മനുഷ്യാവകാശ സംഘടനയുടെ അവകാശവാദവും തെറ്റാണ്.
പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിച്ച ലേഖ നമ്പൂതിരി ഓപ്പറേഷന് തൊട്ടു മുമ്പ് സഹായമെത്തിച്ച ശേഷം മമ്മൂട്ടി ഫോണിൽ വിളിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. മമ്മൂക്ക വിളിച്ചിരുന്നു. അത് ഓപ്പറേഷന് കയറുന്നതിന് തൊട്ട് മുമ്പെയാണ്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഓപ്പറേഷന് പോകാൻ പറ്റിയത്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി ലേഖ നമ്പൂതിരി ആശുപത്രി വിട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.